നമ്മുടെ സൂര്യനില്ലേ സൂര്യനിൽ തീ കത്തുന്നുണ്ടോ? നമ്മൾ പല ആൾക്കാരും വിചാരിച്ചേക്കുന്നത് സൂര്യനിൽ എന്തോ കത്തുന്നുണ്ടെന്നാണ്. അങ്ങനെ കത്തുമ്പോഴാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ കത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഹീറ്റും കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ശരിക്കും സൂര്യനിൽ ഒന്നും കത്തണമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ വെളിച്ചവും അതേപോലെ തന്നെ ഇത്രയും ചൂടും കിട്ടുന്നത്? നമ്മൾ എന്താണ് അങ്ങനെ വിചാരിക്കാൻ കാരണം? സൂര്യൻ എന്താ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്, കത്തി ജ്വലിക്കണു അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയണത്. അങ്ങനെ വിചാരിക്കാനുള്ള കാരണം എന്താണ്? അതായത് നമ്മൾ വെളിച്ചം കിട്ടാനായിട്ട് സാധാരണ രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബൾബ് ഇട്ടാൽ മതി. ഇപ്പോൾ കറണ്ടൊക്കെ പോണ സമയത്ത് നമ്മൾ തിരി കത്തിച്ച് വെക്കും. പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞേക്കാറില്ല, ഒരു മണ്ണെണ്ണ വിളക്കിന്റെ ചോട്ടിലിരുന്നാണ് പഠിച്ചതെന്നൊക്കെ. അതായത് എന്തോ കത്തിക്കുമ്പോഴാണ് ഈ വെളിച്ചം ഉണ്ടാവണമെന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. അതേപോലെ തന്നെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ അവർ വിറകും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും. ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ, ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂട് കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? എന്തോ കത്തിക്കണം. കത്തിച്ച് കഴിയുമ്പോഴേ ചൂട് കിട്ടുള്ളൂ. അതുപോലെ ഇങ്ങനെ എന്തോ കത്തിച്ച് കഴിയുമ്പോഴാണ് ആ കത്തുന്ന കാരണമാണ് വെളിച്ചം വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ സൂര്യനിൽ എന്തോ ഇങ്ങനെ കത്തുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. എന്നാൽ ശരിക്കും സൂര്യനിൽ ഒന്നും കത്തുന്നില്ല. സൂര്യനിൽ ആക്ച്വലി സംഭവിക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ് സൂര്യനിൽ നടക്കുന്നത്. അവിടെ ഒന്നും തന്നെ കത്തണില്ല. അപ്പോൾ സൂര്യനിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത്? സൂര്യനിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് കൂടിച്ചേർന്നിട്ട് ഹീലിയം ആറ്റം ഉണ്ടാവും. അതിനെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ വളരെയധികം എനർജി റിലീസ് ചെയ്യും. ഈ ഹൈഡ്രജൻ മാറി ഹീലിയം ആവണു. അപ്പോൾ എനർജി റിലീസ് ആവണു. എവിടെ നിന്നാണ് ഈ എനർജി റിലീസ് ആവണേ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എനർജി റിലീസ് ആവണേ? ഈ 4 ഹൈഡ്രജൻ കൂടിച്ചേരുന്നിട്ടാണ് നമ്മുടെ സൂര്യനിൽ ഒരു ഹീലിയം ആറ്റം ഉണ്ടാവണേ. അപ്പോൾ കുറേ എനർജി റിലീസ് ആവും. എവിടെ നിന്നാണ് എനർജി റിലീസ് ആവണേ? അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1 കിലോ ആണെന്ന് വിചാരിച്ചോ. 1 കിലോ ഒന്നുമില്ല. ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കിലോ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റം കൂടിച്ചേരുമ്പോൾ 4 കിലോ വേണ്ടേ? അപ്പോൾ അത് ഹീലിയം ആവണു. ഹീലിയം ആയി കഴിയുമ്പോൾ ഹീലിയത്തിന് 4 കിലോ വേണ്ടി വരില്ലേ? പക്ഷെ അത്ര ഉണ്ടാവൂല. അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ബാക്കി മാസ് അവിടെ പോയി. ആ മാസാണ് ഈ എനർജി ആയിട്ട് കൺവേർട്ട് ആവണേ. അപ്പോൾ ചെറിയൊരു മാസ് ഡിഫറൻസ് ഉണ്ടാവും. ഈ മാസ് ഡിഫറൻസ് പക്ഷെ വലിയൊരു എനർജി ഉണ്ടാക്കും. ഐൻസ്റ്റീൻ്റെ ഫേമസ് ഇക്വേഷൻ ഉണ്ട്. E=mc². അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ E എന്നുള്ള എനർജിയാണ്. അപ്പോൾ എത്ര എനർജി ഉണ്ടായി എന്ന് നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ M എന്നുള്ളത് മാസാണ്. ഈ മാസ് വളരെ ചെറുതാണെങ്കിൽ പോലും ഇവിടെ c² ഉണ്ട്. സി എന്ന് വെച്ചാൽ എന്താണ്? ലൈറ്റിന്റെ വേഗത. 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതിന്റെ സ്ക്വയർ, അതായത് ഇൻറ്റു ആ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഇൻറ്റു അത് തന്നെ. അപ്പോൾ അത്രയും വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മാസിന്റെ M ചെറുതാണെങ്കിൽ പോലും ഉണ്ടാവുന്ന എനർജി വളരെ വലുതാണ്. ഈ എനർജി മൂലമാണ് നമുക്ക് സൂര്യനിൽ ചൂടുണ്ടാവുന്നത്. അതേപോലെ തന്നെ ഈ സൂര്യനിൽ ലൈറ്റ് ഉണ്ടാവുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുമ്പോൾ ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശമാണ് നമ്മൾ സൂര്യനിൽ നിന്ന് കാണുന്നത്. അല്ലാണ്ട് സൂര്യനിൽ ഒന്നും തന്നെ കത്തണമില്ല, ഒന്നും കത്തി ജ്വലിക്കുന്നുമില്ല. അവിടെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്.